നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുഴുവൻ മദ്യപരുടെയും വോട്ട് LDFന് ലഭിക്കാൻ സാധ്യത. മദ്യപരെന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയത്തെക്കാളും നിത്യജീവിത പ്രശ്നങ്ങളെക്കാളും എല്ലാ ദിവസവും ഒരു 1.5 പെഗ് കഴിച്ചാൽ മാത്രമേ ജോലിയുടെ സമ്മർദ്ദവും സങ്കടവും ഒക്കെ മറക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന മദ്യപരുടെ വോട്ട് LDFന് ലഭിക്കാനാണ് സാധ്യത. ഇതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണുള്ളത്. ഏറ്റവും ആദ്യത്തെ കാരണത്തിന് മുൻപ് ഏറ്റവും ഒടുവിലത്തെ കാരണം ആദ്യം പറയാം. ബാറുകളുടെ പ്രവർത്തന സമയം രാത്രി 12 വരെ നീട്ടി എന്നതാണ് ഒടുവിലത്തെ കാരണം. മദ്യപരുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ചാൽ ഇതുകൊണ്ടുള്ള ഗുണം പലതാണ്. രാത്രി വൈകി ജോലി കഴിഞ്ഞ് ഇറങ്ങുന്നവർക്കും വേണം ഇത്തിരിയൊക്കെ സമയം അവരവർക്കായിട്ട്. നമ്മൾ തൊഴിലുകൾ 10 മുതൽ 5 വരെ മാത്രമെന്ന് കരുതി ജീവിക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പൊതു ഇടങ്ങളിലെ രാത്രി ജീവിതം കുറച്ചുകൂടി സുഗമമാവുന്ന രീതിയിൽ പലതിലും മാറ്റം വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല തൊഴിലാളികളും ജീവനക്കാരും രാത്രി 10 മണിവരെയും 11:30 വരെയുമുള്ള ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്നവരാണ്. അവരെ സംബന്ധിച്ചിട്ടും മറ്റുള്ള മദ്യപരെ പോലെ തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകുന്നതിന് മുൻപ് തലച്ചോറിനെ ഒന്ന് ഫ്രീ ആക്കിയിട്ട് ചെറിയൊരു കിക്ക് കിട്ടുന്ന രീതിയിൽ ഒരു 100 രൂപയോ 120 രൂപയോ ഒക്കെ ചിലവാക്കി 1.5 പെഗ് കഴിച്ച് റിഫ്രഷ് ആകാനുള്ള ആഗ്രഹമുണ്ടായിരിക്കും. ഓടിപ്പിടഞ്ഞ് ബാറിലെത്തുമ്പോഴായിരിക്കും നീല ഉടുപ്പിട്ട സെക്യൂരിറ്റി 10 മണിയായി പൊയ്ക്കോ എന്ന് തടഞ്ഞ് ആട്ടി ഓടിക്കുക. ഇനി ആ പ്രശ്നമില്ല. രാത്രി 10-ന് ശേഷം ഡ്യൂട്ടി കഴിയുന്ന ലക്ഷക്കണക്കിന് കേരളത്തിലെ മദ്യപർക്ക് സാവകാശം ബാറുകളിൽ ചെന്ന് അവരുടെ നിത്യേനയുള്ള ചെറുകിട സന്തോഷം നുകർന്ന് വീട്ടിലേക്ക് മടങ്ങാൻ കഴിയും. ഇത്തരം മദ്യപർക്ക് സന്തോഷത്തിന് വക നൽകിയ സമയമാറ്റ തീരുമാനമെടുത്ത സർക്കാരിന് മദ്യപർ വോട്ടിലൂടെ ഒരു ചിയേഴ്സ് നൽകിയാൽ അത് തെറ്റ് പറയാനാവില്ല. മാത്രമല്ല 10 മണി കഴിഞ്ഞ് ഓടിപ്പിടഞ്ഞ് വന്ന് ലഹരിജലം കിട്ടില്ല എന്നറിയുമ്പോൾ സുരക്ഷാ ജീവനക്കാരും മദ്യപരുമായിട്ടുണ്ടാവാറുള്ള അടിതടകളും മറ്റും ഇനി കുറയുകയും ചെയ്യും. മദ്യപരുടെ വോട്ട് ഇത്തവണ LDFന് എന്ന് പറയാനുള്ള മറ്റൊരു കാരണം 10 വർഷം മുൻപത്തെ UDF സർക്കാർ പൂട്ടിയ ബാറുകളുടെ കണക്കും പൂട്ടാൻ വേണ്ടി കണ്ടുവച്ച ബാറുകളുടെ കണക്കും മറ്റുമാണ്. അക്കാലത്ത് മദ്യപരെ സംബന്ധിച്ചിട്ട് സ്വസ്ഥമായിട്ടൊരു ബാറിൽ പോയി ഒറ്റയ്ക്കൊരു കസേരയിൽ ചാഞ്ഞിരുന്ന് വീട്ടിലെ സീരിയലുകളുടെയും മറ്റും ബഹളങ്ങളില്ലാതെ അല്പം മദ്യം നുണഞ്ഞിരിക്കണമെങ്കിൽ ബാറുകൾ തിരഞ്ഞ് കിലോമീറ്റേഴ്സ് പോകേണ്ടി വന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിൽ ലൈസൻസ് പുനഃസ്ഥാപിച്ചും പുതുക്കിയും കിട്ടിയ ബാറുകൾ ഒരു ഭാഗത്ത്, പുതുതായി തുടങ്ങിയ ബാറുകൾ മറ്റൊരു ഭാഗത്ത്, അവയെല്ലാം ചേർന്ന് സംസ്ഥാനം ഒരു മദ്യപ സൗഹൃദ സംസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ട്. ഈ കാലത്തിനിടയിൽ മദ്യപർ എന്ന് പറയുന്നത് ഒരു രണ്ടാംകിട പൗരന്മാരല്ല എന്നുള്ള ബോധവും തിരിച്ചറിവും നൽകിയ സർക്കാരിന് തീർച്ചയായിട്ടും ഉത്തരവാദിത്ത ബോധമുള്ള മദ്യപർ വോട്ട് നൽകും എന്ന് മാത്രമല്ല, പൊതുസ്ഥലത്ത് പോലും ഒരു മദ്യത്തിൻ്റെ പേര് പറയുന്നത് എന്തോ വലിയ പാതകമാണ് എന്ന് തോന്നിപ്പിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് മദ്യത്തിനൊരു പേരിടാനുള്ള ജനകീയമായ അവകാശം നൽകി എന്നുള്ള കാര്യവും നാം ഓർക്കേണ്ടതുണ്ട്. മദ്യത്തിനൊരു പേരിടൽ അത് കുത്തകകളുടെ അവകാശമല്ല എന്നും മദ്യപിക്കുന്നവരും അല്ലാത്തവരുമായ കേരളീയ പൊതുസമൂഹത്തിന് ആ പേരിടലിൽ തുല്യാവകാശമുണ്ട് എന്നും നമ്മെ പഠിപ്പിച്ചു. ഒരു കുഞ്ഞിനെ മടിയിൽ കിടത്തി ലാളിച്ച് ചെവിയിൽ 3 വട്ടം പേരിട്ട് വിളിക്കുന്ന അത്രയും വാത്സല്യത്തോടെ ഒരു മദ്യക്കുപ്പിയെ മനസ്സിൽ ധ്യാനിച്ച് പേരിടാനും അതുവഴി നമ്മുടെ ക്രിയേറ്റിവിറ്റി അഥവാ സർഗാത്മകത സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കാനുമുള്ള അവസരം ഒരുക്കിയെന്നുള്ള വലിയ കാര്യവും നാം മറക്കാൻ പാടില്ല. എത്രയെങ്കിലും പേരുകളാണ് ബെവ്കോയിലേക്ക് ഇത്രയും കാലം കൊണ്ട് വന്നു ചേർന്നത്. ഗോൾഡ് സ്മഗ്ലേഴ്സ് പ്രീമിയം ബ്രാൻഡി, ലെജൻഡറി ഡിസ്റ്റിൽഡ് ഫിനിഷ് അഥവാ LDF, സ്കോച്ച്, ഡബിൾ ചങ്ക്, MBR ബ്രാൻഡി എന്നിങ്ങനെ. എന്ന് മാത്രമല്ല, മദ്യം വിലക്കപ്പെട്ട ഒരു വസ്തുവല്ല എന്ന തിരിച്ചറിവ് വന്നതോടുകൂടി ഉത്തരവാദിത്വത്തോടെയുള്ള മദ്യപാനത്തെക്കുറിച്ചുള്ള ബോധം വരികയും ബോധം കെട്ട് തെരുവോരങ്ങളിലും ഓടകളിലും വീണെടുക്കുന്നവരുടെ എണ്ണം പൊതുവെ കുറയുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഇത്തരം മദ്യപരായ ബഹുഭൂരിപക്ഷം പുരുഷന്മാരുടെയും ഈ രംഗത്തേക്ക് ഈയിടെയായിട്ട് അധികമായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന തുല്യതാബോധമുള്ള സ്ത്രീകളുടെയും വോട്ടുകൾ LDFന് ലഭിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. UDF അധികാരത്തിൽ വന്നാൽ ബാറുകളുടെ എണ്ണം കുറയ്ക്കുമെന്നും ബിവറേജസ് വിൽപ്പന കേന്ദ്രങ്ങളുടെ പോലും എണ്ണം കുറയ്ക്കുമെന്നും മറ്റുമുള്ള ആത്മാർത്ഥമായ പേടി UDF പ്രവർത്തകരായ മദ്യപർക്ക് പോലുമുണ്ട്. ഒരു ഭാഗത്ത് മദ്യവും ലോട്ടറിയും കൊണ്ട് മാത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനം എന്ന് ചിലരാൽ പരിഹസിക്കപ്പെടുന്ന സംസ്ഥാനം. സ്വാഭാവികമായും മദ്യപരുടെ ചേരി എന്നത് അവഗണിക്കാവുന്നതല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ബാറുകളുടെ പ്രവർത്തന സമയം 2 മണിക്കൂർ കൂടി അധികമായിട്ട് നീട്ടിയിട്ട് പാതിരാത്രി വരെയാക്കിയത് ബാറുടമകളെ പ്രീണിപ്പിക്കാനാണ് എന്ന് പ്രതിപക്ഷവും KCBCയും ഒക്കെ പറയുന്നുണ്ടെങ്കിലും മദ്യപരുടെ വോട്ട് ബാങ്ക് കൂടി കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് എന്നത് പ്രധാനമാണ്.
ഉത്തരവാദ മദ്യപാനം നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ് മദ്യപാനവുമായി ബന്ധപ്പെട്ട സർവേ ഫലങ്ങൾ ഇപ്പോൾ കൃത്യമായിട്ടും സൂചിപ്പിക്കുന്നത്. അതായത് കിട്ടിയതെന്തും കുടിച്ച് ലക്ക് കെട്ട് ഒരു സാമൂഹ്യ ബോധവുമില്ലാതെ വീണ് കിടക്കുന്ന മദ്യപരുടെ എണ്ണം കുറഞ്ഞു വരികയാണെന്നും അതേസമയം കൊടുക്കുന്ന കാശിന് ഗുണനിലവാരത്തോടെയും സ്വകാര്യത ഉറപ്പാക്കിയും കൃത്യമായ ടച്ചിങ് സംവിധാനവും AC-യും ഉറപ്പാക്കുന്ന ബാറുകൾ തെരഞ്ഞു പിടിച്ച് കൃത്യമായിട്ടുള്ള അളവിൽ കഴിച്ച് വീട്ടിലും നാട്ടുകാർക്കും കുഴപ്പമുണ്ടാക്കാത്ത മദ്യപരുടെ വോട്ട് LDFന്റെ ഗ്ലാസിൽ വീഴുമെന്ന് പറയേണ്ടി വരുമെന്ന് അർത്ഥം. മാത്രമല്ല, അരമനകളിൽ വീഞ്ഞുൽപ്പാദിപ്പിക്കുന്നവർക്ക് മദ്യനിരോധനത്തെക്കുറിച്ച് സംസാരിക്കാൻ എന്തവകാശം എന്നുള്ള നിലയ്ക്കുള്ള ചോദ്യങ്ങളും ഇപ്പോൾ തന്നെ ഉയർന്നു വരുന്നുണ്ട്. രാസലഹരി അടക്കമുള്ളവയിലേക്ക് പുതിയ തലമുറയിൽ പലർക്കും പോകാൻ പ്രേരകമായത് UDF കാലത്തെ ബാർ പൂട്ടലുകളും മറ്റുമാണെന്ന് ഇപ്പോഴും കരുതുന്നവരുമുണ്ട്. എന്തിന് 90കളുടെ പകുതിയിൽ AK ആൻ്റണി കേരളത്തിൽ ചാരായം നിരോധിച്ചത് ഓർത്തുവെച്ച് അക്കാര്യം മനസ്സിൽ പകയോടെ സൂക്ഷിച്ച് UDFനെതിരെ വോട്ട് ചെയ്യുന്ന പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള വോട്ടർമാർ വരെ പഴയ തലമുറയിലുണ്ട്. ചുരുക്കത്തിൽ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തരവാദപ്പെട്ട മദ്യസമൂഹം എന്നുള്ള നിലപാടിൽ ഒട്ടും വെള്ളം ചേർക്കാതെ ഇത്രയും സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന LDFന് ഡ്രൈ ആയി വോട്ട് ചെയ്യുമെന്ന് വേണം കരുതാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ചിയേഴ്സ്.